ഗായ്സ്, നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയാണ്. ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോണേ ഉള്ളൂ. ഇതിലൊരു സ്പൈസിയോ മീറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 2 PM നൂഡിൽസ് ആട്ടോ. സ്പൈസി ആവോ എന്തോ ഒന്നും അറിയില്ല. നമ്മള് കൊറിയൻ നൂഡിൽസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചാലഞ്ച് ആക്കി എടുത്തിട്ടില്ലല്ലോ. അതാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കൊറിയൻ നൂഡിൽസ് അവിടെ ഇല്ല. അതിൻ്റെ പകരം 2 PM നൂഡിൽസ് ആണ് ഉള്ളത്. സോ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. അത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ 2 പാക്കറ്റ് ഒരുമിച്ച് ഇടാനാട്ടോ പ്ലാന്. ഓരോരോ പാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സമയം പോയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ 2 പാക്കറ്റ് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ പടി തീർന്നു. അപ്പം നമ്മൾ തൊലിച്ച് നോക്കട്ടെ. സ്പൈസി നൂഡിൽസ് ആണ്. ആദ്യം വിചാരിച്ചത് ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ച് ഇത് ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ് ഫ്ലോപ്പ് ആവില്ലെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ആ സാധനം ഉണ്ട്. അപ്പോൾ മനസ്സിലായി സ്പൈസി നൂഡിൽസ് ആണ്. ഒന്നാമത് എൻ്റെ ലിപ്പൊക്കെ നല്ല റെഡിഷും എരിയുന്നുണ്ടായിരുന്നു. ഇതും കൂടി കഴിച്ചാൽ എന്താവും അറിയില്ല. ഉണ്ടോ, സോസ് ഉണ്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്, അതിൻ്റെ മസാലയുണ്ട്. എന്താവും ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഉണ്ടാക്കാം. മാഗി ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജോളോ ചിപ്പും കൂടെ ഒന്ന് ട്രൈ ആക്കണമെന്നുണ്ട് ഗൈസ്. അത് ഓൺലൈനിൽ കിട്ടുള്ളൂ. ഇവിടെ എവിടെയും അവൈലബിൾ അല്ല. സൂപ്പർ മാർക്കറ്റിൽ എവിടെയും അവൈലബിൾ അല്ല. സോ നമുക്ക് ജോളോ ചിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. ചിക്കനാണ് കേട്ടോ വീശത്. നമ്മുടെ മാഗി അവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. കൊറിയൻ നൂഡിൽസ് നമ്മൾ ട്രൈ ചെയ്തു. അഡൽട്സിന് മസ്റ്റ് ട്രൈ ആണ്, ചിൽഡ്രൻസിന് വേണ്ട. ഞാൻ ട്രൈ ചെയ്തതാണ്. അത് എന്താ ഉണ്ടായെന്നറിയോ? ട്രൈ ചെയ്യാനുള്ള ഇവള് കാരണം ഞാനും ഇവളും തമ്മിൽ ഒരുമിച്ച് ട്രൈ ചെയ്തിട്ട് നമുക്ക് ചാലഞ്ച് ചെയ്യാന്നുള്ളത് നമുക്ക് പറഞ്ഞു ഇവളോട്. അപ്പോൾ ഇവൾക്ക് ഞാൻ ഇവളായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നമൊന്നും ഒന്നുമല്ല, ജസ്റ്റ് ഒരു അടി ഉണ്ടാക്കി. അപ്പോൾ ഇവൾക്ക് ദേഷ്യം വന്നു, എനിക്കും ദേഷ്യം വന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു. എനിക്ക് ഭയങ്കര എരിയായിരുന്നു. ഞാനത് ചേച്ചി എന്നോട് പറഞ്ഞില്ല. ഞാനും ചേച്ചി നല്ല വഴക്കിലായിരുന്നു. പക്ഷെ പിറ്റേ ദിവസമാണ് മാറിയത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ അത് കഴിക്കുമ്പോഴാണ് എനിക്ക് നല്ല പണി. അതും വെറും വയറ്റിലാട്ടോ, വെറും വയറ്റിൽ മാഗി കഴിച്ചത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. അതുകൊണ്ട് എണിച്ച ഉടനെ ഞാൻ പല്ലൊക്കെ തേച്ച് കഴിക്കുമ്പോഴാണ് എരിവുണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ അഡൽട്സ് മസ്റ്റ് ട്രൈ ആണ്. ഒന്ന് നോക്കണം കേട്ടോ. എന്തായാലും ജീവിതത്തിൽ ഫസ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കഴിച്ചാൽ മതി. അതെ, നമ്മൾ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ഇതിൽ കഴിച്ചാൽ മതി. പക്ഷെ ഞാൻ പറയുന്നേ ഉള്ളൂ, അഡൽട്സ് ഒന്ന് മസ്റ്റ് ട്രൈ ആണ്. മസ്റ്റ് ട്രൈ ഒന്നല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. നമ്മൾ റെക്കമെൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്താ മാഗിയുടെ ടേസ്റ്റ് ഉണ്ടാവുന്നില്ല. നല്ല എരിവുണ്ടായിരുന്നു. ഇനി ഇതെന്താവും യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ഒറിജിനൽ റിവ്യൂ തരുള്ളൂ കേട്ടോ എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി. ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസമാണോ എനിക്കറിയാം. ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ മാഗി ആയിട്ടുണ്ട്. നമുക്കിനി സംഭവം ഇതിലോട്ട് ഒഴിക്കാം. അതിന് മാനസ വേണം. മാനസ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുകയാണ്. അവരെ വിളിച്ചിട്ട് വേഗം വരാം കേട്ടോ. ഇതിന് പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം. വോയിസ് കട്ട് ചെയ്യാം. ബ്ലഡാ. സോ ഗൈസ്, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. പേടിയൊന്നുമില്ല, എന്നാലും ഒരു ടെൻഷൻ. അമ്മയൊക്കെ പറയുന്നത് രാത്രി നേരത്തെ ഇവിടെ ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ല, രാവിലെയൊക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇത് എന്താവും ഉണ്ടെങ്കിൽ നല്ല പേടിയൊന്നുമില്ല ഗൈസ്. എന്നാലും ഒരു ചെറിയ ടെൻഷൻ. പക്ഷെ നമ്മൾ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യും. കത്രിക നോക്ക്. ഇളക്കി നല്ല റെഡിഷ് പരുവത്തിലാക്കാണ്. നമ്മൾ ഇളക്കി വീഡിയോയിൽ ഇത്തിരി ലൈറ്റ് ആയിട്ട് കാണുള്ളൂ, പക്ഷെ നേരിട്ട് നല്ല റെഡിഷ് ഉണ്ട് കേട്ടോ. അതെ, ഇതാണ് ഇപ്പോഴത്തെ നൂഡിൽസിന്റെ അവസ്ഥ. ഭയങ്കര ചൂടാണ്. സോ നമ്മൾ ആറാൻ വെക്കുക കേട്ടോ. ആറാൻ വെച്ചാലേ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഇത് കിട്ടുള്ളൂ.
ഗൈസ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. നിർത്തിയായിരിക്കും. നല്ലടെ പുണ്ണുണ്ടെന്ന് അതരിയാണ്. പുണ്ണരിയുന്നുണ്ട് കേസ്. അല്ലാതെ അത് എനിക്ക് എരിവൊന്നുമില്ല. ചുണ്ടൊക്കെ റെഡായി. ചുണ്ട് തട്ടിച്ച പോയി. ചുണ്ട് തട്ടിച്ച നല്ല എരിവുണ്ട്. കൂടെ വെള്ളം വരും. ചുണ്ട ഒന്ന് എരിയുന്നു. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്. ടേസ്റ്റ് ഉണ്ട്, അതിനനുസരിച്ച് എരിയണമുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പുണ്ണുണ്ട് വായിൽ. രാവിലെ ബ്രഷൊക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് വരെ വരാറുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ആലോചിച്ച് നോക്കും. 7 മിനിറ്റായോ? 7 ബാക്കി. ആണോ? ഞാൻ തോറ്റു. 6 മിനിറ്റാ ബാക്കി. ഞാൻ തോറ്റു വയസ്സ്. ഹത്യമാണെന്ന് വിചാരിക്കുന്നത്. നല്ല എരിവുണ്ട്. സോ നല്ല എരിവുണ്ട്. സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബട്ട് കൊറിയൻ നൂഡിൽസിന് ഇതിനെക്കാട്ടി എരിവുണ്ട്. പറ്റണ്ടേ? ഞാൻ 5 മിനിറ്റ് കൊണ്ടുണ്ട്. ഇത് പിന്നെയും എരിവ് സഹിക്കാം. എന്നാലും ഒരുപാട് എരിവ് സഹിക്കാൻ പറ്റാനായിട്ട് എരിവ് സഹിക്കാൻ പറ്റും. ചുണ്ടേരി
കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ, കൊണ്ടു പോകാൻ പറ്റില്ല. നല്ല എരിവുണ്ട്. എന്തായാലും ഞാൻ തോറ്റു. വശന്മാരെ എനിക്ക് കേൾക്കണം. 6 മിനിറ്റ് കൂടെ ഉണ്ട്. വേണ്ട കേട്ടോ, ഞാൻ ഫസ്റ്റ്. വേഗം വേഗം വേഗം. ഒരു 2 സ്പൂൺ ബാക്കി വെക്കണം. ബാക്കി വെക്കണം. പപ്പയ്ക്ക് കൊടുക്കണം. പപ്പയ്ക്ക് ടേസ്റ്റ് കൂടെ അതാണോ? ഞാൻ കട്ട് ചെയ്തു. എനിക്ക് പറ്റില്ല. എരിവ് സഹിക്കാൻ പറ്റുന്നില്ല ഒട്ടും. സീരിയസ് പറഞ്ഞ ബട്ട് ഇതിനും കാട്ടി എരിവാണ് കൊറിയൻ നൂഡിൽസിന്. അതിൻ്റെ ഒരു 5 പോയിന്റ് പൊടിക്കാണ് ഇതിൻ്റെ എരിവ്. നമുക്ക് പെട്ടെന്ന് സഹിക്കാം. എനിക്ക് ഇനി കഴിക്കാൻ പറ്റും. സഹിക്കാം. എരിവ് സഹിക്കാൻ പറ്റില്ല. പപ്പയ്ക്ക് കൊടുത്താലോ അത്? ഞാൻ കിറ്റ് ചെയ്തു. എന്തായാലും ഇനി 3 മിനിറ്റ് ബാക്കിയുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സീരിയസ് ആയി പറഞ്ഞു, എരിവുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഗൈസ്, കണ്ണീന്ന് വെള്ളം വരുന്ന അത്ര ഇതില്ല, എന്നാലും എരിവുണ്ട്. നമ്മൾക്ക് ഒരു 10-15 മിനിറ്റ് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല ആ എരിവ്. അത് കഴിഞ്ഞാൽ ആ എരിവ് കണ്ണിന്ന് വെള്ളം വരില്ല, മൂക്കുന്ന വെള്ളം വരുന്നത് അത്രേ ഉള്ളൂ. അതുകൊണ്ട് ടിഷ്യൂ ഒക്കെ കരുതി വെച്ചിരിക്കുന്ന വെള്ളം വരുന്നത് ചൂട് വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഒന്നാമത് പുണ്ണുള്ളതുകൊണ്ട് നന്നായി എരിവുണ്ട്. അല്ലാണ്ടൊക്കെ എനിക്ക് ഓക്കെയാണ്, സഹിക്കും. എരിവ് ഞാൻ സഹിക്കും. ഞാൻ എരിവിൻ്റെ ആളാണ്. എരിവ് ഉണ്ട്. ഞാൻ ഇപ്പോഴും എടുത്തെടുത്ത് പറയാം, 15 മിനിറ്റ് നാവിലെ എരിവുണ്ടാവും. ഇപ്പോഴും നാട്ടിൽ എരിയുന്നുണ്ട്. അത് മാറണമെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയും. സോ അച്ഛന് കൊടുക്കണം. അതിൽ 2 സ്പൂൺ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ റിയാക്ഷൻ വീഡിയോ എടുക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ അഡൽസിന് എന്തായാലും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ കുട്ടികൾക്ക് കൊടുക്കരുത്. സോ മൂക്കിന്ന് ഇപ്പോഴും വെള്ളം വന്നിരിക്കാൻ നിൽക്കുന്നില്ല. എരിവുണ്ട്, നമുക്ക് സഹിക്കാൻ പറ്റുന്ന എരിവാണ്. എന്നാലും കുറച്ച് കൊടുക്കുക. അതിലും കൂടുതൽ കുറച്ച് എരിവുണ്ട്. എന്നാൽ കൊറിയൻ നൂഡിൽസിൻ്റെ അത്ര എരിവില്ല. കാരണം കൊറിയൻ നൂഡിൽസ് കഴിച്ചാൽ കണ്ണിൽ കൂടെ വെള്ളം വരുന്നതൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. സോ എങ്കിൽ ഇപ്പോൾ മാത്രം വന്നു കഴിയുന്നത്. പിന്നെ വയറിത്തിരി ചെയ്യാൻ തുടങ്ങി. വെള്ളം കുടിച്ചു. സോ ചെറിയ കുട്ടികൾക്ക് ഉപ്പും കുടിക്കരുത്. അവർക്ക് താങ്ങാൻ പറ്റില്ല. ഇത് താങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ ഇങ്ങനത്തെ ചാനൽസ്ക്ക് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ജോളോ ചിപ്പും കൂടി ട്രൈ ചെയ്യണം പറ്റും. അതവിടെ ഉണ്ടോ? ഇവിടെ എവിടെ ഷോപ്പിലൊന്നും കണ്ടുപിടിക്കുക നോക്കണം. അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ നോക്കണം. സോ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഓരോ ചലഞ്ചസിൻ്റെ വീഡിയോ ഇഷ്ടമുള്ള വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ബൈ.